ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വൈദികൻ്റെ ടോക്ക് കേട്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് റീൽസൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ വൈദികൻ്റെ ടോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇച്ഛാഭംഗം വന്നിരുന്നു. വൈദികരുടെ പോലും ഗതികേട് ഇതാണല്ല എന്ന് ഓർത്തിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയണത്, ഇദ്ദേഹം കേരളത്തിൽ സ്വാധീനിക്കുന്ന ഒരു ധ്യാനഗുരുവാണ്, കരിസ്മാറ്റിക് ധ്യാനഗുരുവല്ല. അപ്പം അദ്ദേഹം പറയണത്, എനിക്ക് ഈ കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണെന്ന്. കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു ബഹുമാനപുരസ്സരമായ ഒരു അകലം കീപ്പ് ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം നല്ല ഭംഗിയുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. എന്നിട്ട് അതിന് കാരണം പറയണത്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയാണ് അങ്ങേർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയിൽ ഒരു ഓട്ടിസം രോഗിയെ കൊണ്ടുവന്ന് സുഖപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചരിത്രമുണ്ടോ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യം മനസ്സിലായില്ലേ? ഈ രോഗസൗഖ്യത്തിൻ്റെ ഈ ക്ലെയിമിൽ ഇപ്പോൾ കുറേ അധികം ക്ലെയിംസ് വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഓട്ടിസം രോഗി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ സുഖപ്പെട്ട ഏതെങ്കിലും ചരിത്രമോ സാക്ഷ്യമോ ഉണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം കള്ളത്തരമാണെന്നാണ് അദ്ദേഹം ബ്രാൻഡ് ചെയ്യണത്. വളരെ തന്ത്രപൂർവ്വമാണ് അത് ആ സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് സുഖിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് കേട്ട് അതാണ് സത്യമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് സഭയിൽ തന്നെ നുഴഞ്ഞു കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടം വരും ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴാണ് ജെയിനിയുടെ സാക്ഷ്യം വന്നത് ഇവിടെ. ഇത് ഞാൻ കേട്ട് ഇതിനൊരു മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിനി വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ജെയിനി ഒരു യാക്കോബി ലേഡിയാണ്, പക്ഷേ നല്ല പാരമ്പര്യമുള്ള ചൈതന്യമുള്ള വിശ്വാസിയാണ്. അത് അവർ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം ദൈവമായിട്ട് റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ എങ്കിലും ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അവർ പറയണത്, എനിക്കിത് അവരുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടിസം പോലെയുള്ള എൻ്റെ സംഭവം. ഏതെങ്കിലും സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും, പിന്നെ പിള്ളേരെ ഉപദ്രവിക്കും. എപ്പോഴും അവന് സ്പെഷ്യൽ സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും, എപ്പോഴും കംപ്ലൈൻറ്റ് വരും. നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ പിള്ളേരോട് അവരെ കണ്ടിട്ടില്ലേ, അവിടെ നിൽക്കത്തില്ല, അവർ ഓടി നടക്കും. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയും കിട്ടത്തില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു ഓട്ടിസം രോഗി ഉണ്ടെങ്കിൽ ഒരു മാതാപിതാക്കന്മാർക്ക് പെട്ടെന്ന് വിശുദ്ധരാകാൻ പറ്റും. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വിഷയം ഇപ്പം ജെയ്മിയുടെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജെയ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞാൽ ആൾ ഫുള്ളായിട്ട് ഉടമ്പടിയിലാണ്. ജീവിതവും പ്രവർത്തനവും ഉടമ്പടിയിലാണ്. ഇപ്പം കുർബാനയ്ക്ക് കൂടുന്ന സമയത്ത് പറയണത്, ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുമെന്ന് പറയണം. കുർബാന അത് ശരിയാണ്. കുർബാനയുടെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ആത്മസമർപ്പണത്തെക്കുറിച്ചും അനുഭവിച്ച പീഡാസഹനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അതിനെയാണ് കുർബാനയാക്കിയിരിക്കുന്നത്, അതിനെയാണ് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുന്നത്. ആ ഓർമ്മ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഭിഷേകവും ആത്മബന്ധവും എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ്. ഉടമ്പടിയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ടാകും. ഉടമ്പടിയിലുള്ള മക്കൾ കുർബാന കൂടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? അവർ മറ്റുള്ളവരെക്കാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവത്തിരുസന്നിധിയിൽ സുവിശേഷം ജീവിക്കുന്നവരാണ്. സുവിശേഷം ജീവിക്കുന്നവർ കുർബാന കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ഉന്നതമായ അഭിഷേകമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പണ്ടേ കുർബാന നല്ലവണ്ണം കൂടുന്ന ആളായിരുന്നു,
പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കുർബാനയുടെ സമയത്ത് പണ്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഒറ്റ നിപ്പാണ്. അതാണ് വ്യത്യാസം. ഉടമ്പടി എടുക്കണമെങ്കിൽ ഞാൻ കുർബാന കൂടുമായിരുന്നു, ജെയ്മി അങ്ങനെ പറയണത്. പക്ഷേ ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആഴമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴേ മുഴുവനും 100% കുർബാനയിലങ്ങനെ മുഴുകിയാണ് നിൽക്കണമെന്നാണ്. ഓരോ വാക്കിലും ഓരോ പാട്ടിലും ഓരോ പ്രവർത്തനങ്ങളിലും. കാര്യം എല്ലാ രീതിയിലുമുള്ള കുർബാനകളിലെല്ലാം വളരെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ പാട്ടുകളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏത് റൈറ്റിലെ കുർബാനയ്ക്കാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പാടുകയും പ്രാർത്ഥിക്കുകയും മൗനമായി. ഇപ്പോൾ ലാറ്റിൻ കുർബാന മാസത്തിനൊക്കെ ആണെങ്കിൽ മൗനമായ സമയങ്ങളുണ്ട്. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സേക്രഡ് സൈലൻസ് എന്ന് പറയും. അത് വല്ലാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ കുർബാന തുടങ്ങാൻ തീരത്തും ഒരു സൈലൻസ് ഉണ്ട്. അനുതാപത്തിൻ്റെ, നിശബ്ദതയുടെ, ബഹളം ഇല്ലാതെ മനുഷ്യൻ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നുമ്പോഴുള്ളൊരു ഹോംവർക്കാണ് ആ ടൈം. ദൈവമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞുള്ള ദൈവത്തോടുള്ള മനസ്സിൻ്റെ സംവേദനങ്ങളാണ് അവസാനത്തെ സേക്രഡ് സൈലൻസ് എന്ന് പറയണത്. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആവുന്ന വിധത്തിലെല്ലാം ദൈവമായിട്ട് മനുഷ്യൻ ജീവിക്കാനാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു വിഷയം, ദൈവമായിട്ട് നമ്മൾ ഗുരുതരമായ ഒരു ജീവിതമില്ല, പിന്നെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരമുള്ളൊരു കാട്ടിക്കൂട്ടലും ഉള്ള സാങ്കേതികതകളാണ് ഉള്ളത്. അപ്പം ആ ഒരു ലെവല് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആഴമായ ആത്മബന്ധത്തോടെ കാർലോ അക്യൂറ്റസിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ ധ്യാനത്തോഴനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പെരുവിരിപ്പുള്ള, ഇത്രയും സ്കൂളിലൊന്നും ഇരുത്താൻ കൊള്ളാത്ത ഹൈപ്പർ ആക്ടിവിറ്റിയും ഓട്ടിസ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഈ മകനെയും കൊണ്ട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇപ്പം മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കും. അപ്പോൾ ജെയ്മി പറയും, ഡോക്ടർ തന്ന മരുന്നൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? പിന്നെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് നിൽക്കണില്ല എന്ന് പറയും. അപ്പം ഞാനൊരാളെ കണ്ടുമുട്ടി ഡോക്ടർ എന്ന് പറയും. ആരാണ്? ഈശോനോട് പറയാൻ അധികാരമുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാക്ഷ്യത്തിലൊക്കെ പോക്ക് കണ്ടില്ലേ? ഞാനൊരാളെ കണ്ടുമുട്ടിയെന്ന്. ആരെയാണ്? മാതാവിനെ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണ്. എന്നിട്ട് ജെയ്മി അതൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ എനിക്ക് പുതിയ ആളല്ല, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് അമ്മേനെ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ്, നമ്മൾക്ക് അമ്മേനെ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ അറിയാത്ത അമ്മയാണ് കൃപാസനത്തിലത്. അത് വേറെ ഒരു ലെവലാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ്
2004 ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷപ്പെടുക പറയണത്. അത് സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട്, അപ്പോൾ ദുരന്തം ഒരു വ്യക്തി ഒരു ദുരന്തം അനുഭവിച്ചാൽ അതിന് ലോകത്ത് പ്രാർത്ഥിക്കാനുള്ള ഏക ഇടമാണ് കൃപാസന. അതാണ് കൃപാസനം മാതാവ്. അപ്പം നിനക്ക് ദുരന്തമായിട്ട് തോന്നണം അത്. പക്ഷെ നീ ഈ ജേമിയെപ്പോലെ തന്നെ ഇതുപോലെയുള്ള അനേകം മക്കളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉടമ്പടി എന്തുമാത്രം ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. അതാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത്, അവൻ വളർന്നു വരികയാണ്, അവൻ്റെ കാലത്ത് അവന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വളരെ മിനിമമാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നാട്ടുകാർ അവനെ കൈവെക്കരുത്, അവന് ജീവിച്ചു പോകണം. മിനിമമാണ് ഞാൻ ചോദിച്ചത്. അമ്മ തന്നത് മാക്സിമം ആണെന്ന്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡെൽന. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിനെ അറിയാമായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലുള്ളൊരു ചേച്ചി കൊണ്ടുവരികയും ഞാനതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. 2020 ഞാൻ ഒരു നേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയായി. മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ 2 തവണ മെഡിക്കൽ ചെയ്തപ്പോൾ 2 തവണ അൺഫിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത മെഡിക്കൽ വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3ാമത് വീണ്ടും മെഡിക്കൽ ചെയ്തു. നാട്ടിൽ വന്ന് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ഫിറ്റായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഫെബ്രുവരി 25 ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ദിവസം ഇവിടെ ആരാധനയുള്ള ദിവസമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റും ഇട്ട് മാർച്ച് 3 എന്നുള്ള ഡേറ്റ് ഇട്ട് സമയം 10:30 വെച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. 25 ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി. 27 ഞാൻ പ്രെയർ ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ടിക്കറ്റ് ശരിയായി. പക്ഷേ ടിക്കറ്റ് മാർച്ച് 2 ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് 3 ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കയറുകയും ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ 3 ഞാൻ മാതാവിൻ്റെ മുന്നിൽ എഴുതിയ ഡേറ്റിൻ്റെ അന്ന് ഞാനിവിടെ 10:30 സമയം എഴുതിയിട്ടത്. 9:30 ആയപ്പോൾ ഞാൻ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമതായിട്ട് ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള മെഡിക്കലായിരുന്നു. ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും നമ്മൾ മെഡിക്കൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ചെസ്റ്റ് ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്നതും മെഡിസിൻ എടുക്കുന്നതുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നുള്ള മെഡിക്കലിൽ പരിശുദ്ധ അമ്മയുടെ കൃപ വഴിയായി മെഡിക്കൽ ഫിറ്റ് ആവുകയും അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3ാമതായി ഞാൻ മാതാവിൻ്റെ മുൻപിൽ വെച്ച് നിയോഗമായിരുന്നു എൻ്റെ ലൈസൻസിൻ്റെ എക്സാം. അവിടെ ചെന്ന് 3 തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 3 തവണ എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ നാട്ടിലേക്ക് കയറ്റിവിടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8 അവർ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം കൊറോണയുടെ ടൈമായിരുന്നതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിരുന്നു. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മെറിറ്റിലല്ലാതെ പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടുത്തെ ലൈസൻസിൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. 6ാമതായി ഞാൻ വച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു വീടെന്നുള്ളത്. പക്ഷേ 0 മെറിറ്റിൽ നിന്ന് ആ വീടെന്നുള്ളത് എഴുതിയപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു അത് നടക്കുമോയെന്ന്. അത് വീടെന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അതിരെ തന്നെ ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതായിരുന്നു ആ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു അത് വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുന്നില്ല, വാടകയ്ക്ക് കൊടുക്കുവാന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ പറഞ്ഞ ചേട്ടൻ ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പോയതിൻ്റെ ശേഷം
വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് പപ്പയോട് പറയുകയും ചെയ്തു, ഞങ്ങളത് വിൽക്കുന്നുണ്ട്, വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ലോണിൻ്റെ പ്രോസസ്സിങ് നോക്കിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമില്ലായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസമില്ലായ്മയെ പരിശുദ്ധ അമ്മ പരീക്ഷിച്ചു. 2 കൊല്ലത്തോളം ആ വീടിൻ്റെ ലോണിന് വേണ്ടി നടന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അമ്മ ലോണിന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി. അങ്ങനെ മാതാവ് തന്നത് ആ വീടെന്നുള്ളതിന് ഉറപ്പായിട്ട് മാതാവിൻ്റെ മുന്നേ ഞാൻ 2020 ഫെബ്രുവരി 25 ഉടമ്പടി എടുത്തത്. 2022 ഫെബ്രുവരി 25 2 തവണ മാറിപ്പോയ ആധാരം ഞാനിവിടെ ഉടമ്പടി എടുത്ത ഡേറ്റിൽ തന്നെ നടക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി വഴി ലഭിച്ച 4 നിയോഗങ്ങൾ. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് വഴി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വഴി എനിക്ക് അനുഗ്രഹം ലഭിച്ചു. ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് മാറി കയറുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ കറസ്പോണ്ടൻ്റായിട്ട് പോസ്റ്റ് BSc ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് BScയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തേക്കുകയായിരുന്നു. സബ്മിറ്റ് ചെയ്ത് അവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും അതിനകത്ത് ഒരു സ്റ്റാമ്പും വേണമായിരുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ HRE എന്നോട് പറഞ്ഞു, ഒരിക്കലും പോസിബിൾ ആകില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 14 മോർണിംഗ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ മാതാവ് 14 ദിവസത്തിനുള്ളിൽ ഒരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കറക്റ്റ് 14 ദിവസം ഓഗസ്റ്റ് 26 എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. ആക്ച്വലി അതിനകത്ത് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനും എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെ ട്രാൻസ്ഫർ ആയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് രോഗസൗഖ്യത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സംഭവം അലർജി ആയിരുന്നു. പൊടിയെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് അലർജി ഉണ്ടാകാറുണ്ടായിരുന്നു. 2017 ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റെഗുലറായിട്ട് പഫൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ചെക്കപ്പ് ചെയ്തു. എൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തു. ഡയഗ്നോസിസിന് വേണ്ടി നോക്കി. പക്ഷേ എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കോയറി COPD എന്നും പറഞ്ഞാണ് ലാസ്റ്റ് അവർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന പാടെ എൻ്റെ ആ രോഗം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്കുണ്ടായ ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ ചെന്നൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്ട്രെസ്സ് കാരണമായിരിക്കും, ഉറക്കം ശരിയാകാനിട്ടാന്ന് വിചാരിച്ചു. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു, എല്ലാം ബ്ലേഡ് വിഷനായിരുന്നു. പക്ഷേ ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല, പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും കാണത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് ബ്ലേഡായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചൊരു ഒപ്താൽമോളജി കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പവർ ഒത്തിരി കുറയുന്നുണ്ടെന്നും സ്പെക്സ് വെക്കണമെന്നും പറഞ്ഞു. സ്പെക്സ് വെക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പകൽ ഫുൾ ടൈം ഞാൻ വെക്കുമായിരുന്നു. ഈവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സ്പെക്സ് വെക്കും. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പകലെല്ലാം വെക്കുന്നതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് സ്പെക്സ് ഇരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് രാവിലെ എന്നും ഞാൻ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്പെക്സ് എനിക്ക് ലൈഫ് ലോങ് ആകുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച വരെ ഞാൻ സ്പെക്സ് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തു മാറ്റാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ സ്പെക്സ് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്കിതുവരെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ വരുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. ഇംഗ്ലീഷും മലയാളവും പത്രം മേടിച്ചാണ് ഞാൻ പോകാറ്. ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ ഫിലിപ്പീൻസ് മാസം ഉണ്ട്, ഞങ്ങളുടെ മലയാളം മാസത്തിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉടമ്പടി എടുത്ത് ഒരു പത്രം കൊണ്ട് അവിടെ കൊടുക്കുന്നവരെ കാണാം. അവരുടെ നിന്ന് എക്സ്ട്രാ എപ്പോഴും 5-6 പത്രം ഞാൻ മേടിച്ച് എൻ്റെ കൂടെ ഉള്ളവർക്ക് കൊണ്ടേ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട്.
പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പറഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ്, ഞാൻ ജപമാല ഉപേക്ഷിക്കുമായിരുന്നു അന്ന്. പകരം മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിയിട്ടായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിലോട്ട് വന്നോ അതിനുശേഷം ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി, ജപമാല മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുവൈറ്റിലെ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാല നടക്കാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അവിടെ എല്ലാവർക്കും നേർച്ച വസ്തുവായിട്ട് മാതാവിൻ്റെ കാർഡും കൊന്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊന്ത കെട്ടി കൊടുക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യമായി ഈ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഈശോയ്ക്കും അമ്മേ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനു മേരി ജോസഫ്. ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ഇടവകമാണ്. എൻ്റെ ഹസ്ബൻഡ് ടോംസൺ മാണി. ഹസ്ബൻഡ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസറാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോൻ ജസ്വിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി ജീവൻ ടോംസൺ, ഇപ്പം 3 വയസ്സാകുന്നു. ഇപ്പം ഈ മോള് 4.5 മാസം. എനിക്കിവിടെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളും അതിന് പ്രത്യേകമായി സാക്ഷ്യം പറയാൻ ഞാനിവിടെ നിൽക്കുന്നു. ആദ്യമായി എൻ്റെ മൂത്ത മോന് 10 വയസ്സ് മൂത്ത മോന് ഉണ്ടായിട്ട് അതിനുശേഷം എനിക്കൊരു 3 പ്രാവശ്യം മിസ്കാരേജുകളുണ്ടായി. ആ 3 മിസ്കാരേജുകളും എപ്പോഴും 2ാം മാസത്തിൽ വെച്ചിട്ട് എനിക്ക് മിസ്ഡ് അബോഷനായി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ മൂത്ത മോന് എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. 9 മാസവും ഞാൻ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് സിസേറിയനിലൂടെ മൂത്ത മോനെ ലഭിച്ചത്. പിന്നീട് ഇങ്ങനെ അടുപ്പിച്ചുള്ള മിസ്ഡ് അബോഷണൽ കാരണം ഞാൻ ഒരുപാട് ഡിപ്രഷനിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ചു കാലം ഞങ്ങൾ കുട്ടികൾ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് സങ്കടം പോലെയായിരുന്നു. പിന്നീട് ഒരു കുട്ടി ആവുക എന്ന് പറയുന്നത് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കൃത്യമായി ഉടമ്പടി എല്ലാം പാലിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ചേച്ചി. ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എടി നിനക്ക് ഞാൻ 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കട്ടെ. അന്നേരം ഞാൻ ഈ ഡിപ്രഷനിലിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു, ഇനിയൊരു കുഞ്ഞ് എനിക്ക് വേണ്ട. കാരണം ഇനിയൊരു കുഞ്ഞിനെ താങ്ങാൻ വന്നിട്ട് അത് നഷ്ടപ്പെട്ടാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് വേണ്ട. തൽക്കാലം ഞങ്ങളൊരു വീട് സ്ഥലവും നോക്കുന്നുണ്ട്. എന്നാൽ ചേച്ചി എനിക്കൊരു വീട് സ്ഥലവും വാങ്ങാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും ചേച്ചി മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ചേച്ചി ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ എനിക്ക് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി നിയോഗവും വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഇവിടെ ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എനിക്ക് ആ 2ാമത്തെ കുഞ്ഞിനെ ലഭിച്ചത്. പിന്നീട് ഞാൻ ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പം ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് 9 മാസം ബെഡ് റെസ്റ്റ് എടുക്കണം, എല്ലാ ദിവസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം, എന്നാൽ മാത്രമേ ഈ കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി 1 മാസം എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കേണ്ടി വന്നു. 9 മാസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഈ സമയങ്ങളിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായി ഇവിടെ കൃപാസനത്തിൽ വരുന്നത് 2019 ഡിസംബർ 7-ാം തീയതിയാണ്. അന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് കൃത്യമായി ഉടമ്പടിയെല്ലാം പാലിച്ച് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ എനിക്കിവിടെ വരുവാനോ പുതുക്കാനോ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്തു. എൻ്റെ ഈ 2ാമത്തെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഡെയിലി ഞാൻ തൈലം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഡെയിലി എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ യൂട്യൂബിലൂടെ ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ എനിക്ക് 2023 ജനുവരി 21 ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയങ്ങളിൽ ആണ് പെട്ടെന്ന് തന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് സ്ഥലവും പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാനും അത് കച്ചവടമാക്കാനും അഡ്വാൻസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് ലഭിക്കാനും സാധിച്ചു. പിന്നീട് ആ വീട് പണി പക്ഷെ കുറച്ച് പുതുക്കി പണിയണം, കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നന്നാക്കണം, കുറച്ച് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു 3 മാസത്തെ വർക്കിന് വേണ്ടി കരാറ് കൊടുത്തെങ്കിലും വിചാരിച്ച പോലെ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനോ കരാറുകാരെ ഞങ്ങളെ കുറച്ച് പറ്റിച്ച് സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കി അത് പണി പൂർത്തിയാക്കാൻ പറ്റാണ്ടായിപ്പോയി. ആ സമയങ്ങളിൽ ഈ കുഞ്ഞ് ജനിച്ച്
എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് 8 മാസമുള്ളപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ വന്നിരുന്നു കൃപാസനത്തിൽ മാതാവിന് നന്ദി പറയാൻ. അന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഒരു ആദ്യത്തെ നിയോഗം എൻ്റെ ആ വീട് പണി പൂർത്തിയാക്കണം. കുറച്ച് വർക്കേ ഉള്ളൂ, പക്ഷെ അത് മാസങ്ങളോളം നീണ്ടു പോകുന്നു, സാമ്പത്തിക നഷ്ടവും വന്നു. പക്ഷെ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ വീടിൻ്റെ അഡീഷണൽ 2 മുറി, ബാത്റൂം, അങ്ങനെയുള്ള ചെറിയ വർക്കുകളാണെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി. ഒക്ടോബർ 28, 2023 ഞങ്ങളുടെ പുതിയ ഭവനത്തിൽ ഞങ്ങൾക്ക് പാല് കാച്ചി അവിടെ താമസമാക്കാൻ സാധിച്ചു. ഇത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിന് ഞങ്ങൾ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് വീണ്ടും പിന്നെ ഒരു കുഞ്ഞ് വേണോ എന്നുള്ള ഒരു ഇതിൽ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് 3ാമത്തെ ഒരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ ഉണ്ടായ സമയത്ത് പോലും എൻ്റെ ഡോക്ടർ വീണ്ടും ഞാൻ പോയി കാണിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് അന്നേരം 38 വയസ്സായി, ഓൾറെഡി രണ്ടാമത്തെ കുഞ്ഞിനെ സിസേറിയൻ കഴിഞ്ഞിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ, ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം, മുമ്പത്തെ പോലെ 9 മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ലീവെല്ലാം ഓൾറെഡി തീർന്നു. ഇനി ലീവ് കിട്ടാനും സാഹചര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ആദ്യം ഒരു സ്കാൻ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നുള്ള ഡോക്ടർ പറഞ്ഞ് തോന്നിയ സമയത്ത് തന്നെ ഞാൻ കാശുരൂപം കയ്യിലെടുത്ത് വരച്ച് പ്രാർത്ഥിച്ചു, മാതാവ് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് സ്കാനിങ് റൂമിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. പിന്നീട് ഓരോ സ്കാനിങ്ങിലും എപ്പോൾ പോകുമ്പോഴും ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോവാറ്, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ട് പോലും എനിക്ക് ലീവ് എടുത്ത് ഇവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അടിവയറ്റിൽ എന്നും തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഓഫീസിൽ പോകുമായിരുന്നു. 9 മാസവും ഒരു ലീവ് പോലും എടുക്കാതെ ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായി പിന്നെ ഉടമ്പടിയിലൂടെ, ഓൺലൈൻ ഉടമ്പടിയിലൂടെ പുതുക്കി അതിലൂടെ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2025 ഓഗസ്റ്റ് 14-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഇത് പ്രത്യേകമായി ഈ കുഞ്ഞ് എനിക്കറിയാം, ഇത് മാതാവ് എനിക്ക് പ്രത്യേകം തന്നൊരു അനുഗ്രഹം തന്നെയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഇവളുടെ പേര് ഞാൻ കൃപ മരിയ ടോംസൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വീട് എങ്ങനെയായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഈ ഓൺലൈൻ ഉടമ്പടി ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഓൺലൈനിലൂടെ ഞാൻ പറ്റുന്ന ലീവുള്ള ദിവസം വീട്ടിലിരിക്കുമ്പോഴെല്ലാം മുടങ്ങാതെ പറ്റുന്ന ദിവസം ധ്യാനം ഫുള്ള് കൂടും. പിന്നെ എല്ലാ ദിവസവും എന്ത് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിലും അത് ഓൺലൈനിൽ നടക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ അതിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് ഉറപ്പായിരുന്നു എന്ത് കുഞ്ഞിതായാലെങ്കിലും വലുതാണെങ്കിലും ആ സമയത്ത് ചൊവ്വാഴ്ച ജോസഫച്ചൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞാൻ കയറിയിട്ട ഒരു പ്രാർത്ഥനകളും ഇതിൽ നടക്കാതിരുന്നിട്ടില്ല. അത് ചെറുതുമാകട്ടെ, ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും എല്ലാം ഇപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുമെന്ന്. ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് ധ്യാനത്തിനന്ന് ഞാൻ എൻ്റെ നിയോഗം ഇട്ടത് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവി ഒരു അവസരം തരണമേന്ന്. അതുപോലെ ഒരാഴ്ചക്കുള്ളിൽ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നിയോഗങ്ങളിലൂടെ ലഭിച്ചു. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ പരിചയത്തിലുള്ളതും അല്ലാത്തതുമായ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോകാൻ ചില സമയത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് പരിചയമുള്ളവർക്കെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ പൈസ കൊടുത്തും അങ്ങനെ സഹായിക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം ഇവിടെ വന്ന സമയങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതലും ഞാൻ ഓൺലൈനിലൂടെ എല്ലാം ഷെയർ ചെയ്യാം, കാരണം എപ്പോഴും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഞാൻ ഓൺലൈനിലൂടെ കഴിവതും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങളും യൂട്യൂബ് ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാം പിന്നെ എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള കാശ് രൂപങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചും ഞാൻ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.